ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൈൻ ഫോറസ്റ്റും വാഗമണ്ണിലെ മുട്ടക്കുന്നും ആട്ടോ. കഴിഞ്ഞ ആദ്യം ഇട്ട വീഡിയോയിൽ നമ്മൾ വരാട്ടുമേടും പാലൊഴുകുംപാറയും പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചായിരുന്നു. ഇന്നിനി നമ്മൾ പോകാൻ പോണത് ഈ മുട്ടക്കുന്നും പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഈ റോഡൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചേക്കുന്ന കേട്ടോ. പിന്നെ അത് ജസ്റ്റ് ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. നമ്മുടെ വാഗമണ്ണിൽ നിന്ന് ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിലേക്കുള്ള റോട്ട് ഇത്. മറ്റേ ആ കടുവയുടെ ഇതൊക്കെ ഉള്ള ഇത് കണ്ടോ. എല്ലാവരും തന്നെ ഇവിടെ ഈ റൂട്ടിൽ വരുമ്പോൾ എല്ലാവരും കൂടുതൽ ഇവിടെ എത്തുന്നതിന് മുമ്പ് സ്റ്റേ ചെയ്യണ ഒരു സ്ഥലമാണ് അത്. ഉണ്ട് അതിൻ്റെ ടോപ്പ് ഏകദേശം എത്തുമ്പോൾ വാഗമൺ മുട്ടക്കുന്ന് 3 കിലോമീറ്റർ എഴുതിയേക്കുന്നുണ്ട്. ഇത് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമായത്. ഇതാണ് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരുമ്പം വാഗമൺ ജംഗ്ഷനാണിത്. ഇവിടെ ട്രിപ്പ് ജീപ്പുകളെല്ലാം കിടക്കുന്നുണ്ട്. ഇത് സഫാരിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഈ ഡ്രൈവർമാർ ഇങ്ങനെ കൈ കാണിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കും ഇങ്ങനെ റൂട്ടൊക്കെ പോകുന്നു. ഇത് നമ്മൾ ഏകദേശം അവിടെ എത്താറായി കേട്ടോ. അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ വല സൈഡിൽ കാണുന്നതൊക്കെ മുട്ടക്കുന്നിൽ നിന്ന് ഇങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ഭാഗങ്ങളാണ്. നമ്മൾ ആദ്യം മുട്ടക്കുന്നിൽ പോയിട്ടാണ് അപ്പുറത്തേക്ക് പൈൻ ഫോറസ്റ്റിലേക്ക് പോവുള്ളൂ. ഇതിവിടെ വരുമ്പം ബോർഡ് വെച്ചിട്ടുണ്ട്. ഏലപ്പാറയ്ക്ക് സ്ട്രെയിറ്റ് നേരെ പോവുക, പൈൻ വാലി നേരെ ഇടത്തേക്ക് കട്ടപ്പന റൂട്ടിൽ ഇച്ചിരി കയറുമ്പോഴാണ് ഈ പറയുന്ന മുട്ടക്കുന്നിൻ്റെ ഏരിയ വരുന്നതുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. സാധാരണ ശനി ഞായർ ദിവസങ്ങളിലാണ് തിരക്കുള്ളത്, പക്ഷെ ഇന്നിപ്പം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ 25 രൂപ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. പിന്നെ അവിടെ സമയവും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ. ഈ മുട്ടക്കുന്നിലാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വാഗമണ്ണിൽ വരുന്നതും. അത് കഴിഞ്ഞാൽ പിന്നെ പൈൻ ഫോറസ്റ്റിലാന്ന് തോന്നുന്നു. ഇവിടെ ആകുമ്പം ഇത് രണ്ടും ഏകദേശം ഒരു 8 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതായതുകൊണ്ട് രണ്ടിടത്തും പോയി വരാനൊക്കെ ഉള്ള എളുപ്പം കൊണ്ടായിരിക്കും. ഈ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഇത് വാഗമണ്ണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോഴുള്ള പ്രധാന കാഴ്ച കേട്ടോ. ഇങ്ങനെ ഈ പശുക്കൾ മേഞ്ഞ് നടക്കുന്നത്. ഇതിൻ്റെ അപ്പുറം ഒരു ഗവൺമെൻറ്റിൻ്റെ ഫാമും ഉണ്ട്. അവിടുത്തെ പശുക്കളാണെന്ന് തോന്നുന്നത്. പിന്നെ പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇത് എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. ഇപ്പം അവിടെ പട്ടം പറത്തലും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഒത്തിരി ഏരിയ ഉണ്ട് ഇവിടെ. അപ്പം അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാനായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട്. ഒരു പരുന്തിൻ്റെ ഷേപ്പിലുള്ള പട്ടം കണ്ടോ, അതെന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഇത് കുഞ്ഞ് പിള്ളേർക്കുള്ള
സംഭവം കേട്ടോ, ചെറിയൊരു ബോട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പം നിലവിൽ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു, അവിടെ ആരെയും കണ്ടില്ല എന്തായാലും. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ സിപ്പ് ലൈനിൻ്റെ അങ്ങോട്ടാട്ടോ പോകുന്നത്, അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട്. അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 400, സൈക്ലിംഗ് കൂടെ ആണെങ്കിൽ 600. ഇത് ഇവിടുന്ന് വൺ സൈഡ് മാത്രമേ ഉള്ളൂ, റിട്ടേൺ ഇല്ല. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരേണ്ടി വരും. ഇതതിൻ്റെ തൊട്ട് താഴെ കാണിച്ച തടാകം കേട്ടോ. ഒരു അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെയും എന്തോ റേറ്റ് ഒരാൾക്ക് 150 രൂപ അങ്ങനെ എന്തോ റേറ്റാണ് വരുന്നത്. അവിടുന്ന് അത് കണ്ടിട്ട് നേരെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി പൈൻ ഫോറസ്റ്റിലേക്കാട്ടോ പോകുന്നത്. അവിടുന്ന് വന്നപ്പോൾ തന്നെ ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു, അവിടെ കയറി ഫുഡ് കഴിച്ചു. ഇത് നമ്മൾ പോയ മുട്ടക്കുന്നാട്ടോ, അതിൻ്റെ വേറൊരു സൈഡാണ് കാണിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒരു തണലിന് വേണ്ടി നിർത്തിയതാണ്. ഇത് നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക്, അവിടുന്ന് 7 കിലോമീറ്റർ ആണല്ലോ പൈൻ ഫോറസ്റ്റിലേക്ക്. അപ്പോൾ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉള്ള തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കൂടുതൽ ആൾക്കാരും മുട്ടക്കുന്നിൻ്റെ ആ ഭാഗത്ത് തന്നെയാണെന്ന് തോന്നുന്നു പോകുന്നത്. ഇവിടെ എന്തായാലും നല്ല രസമുണ്ട്. ഈ തേയില കിളുന്ത് എടുക്കാറായതാണെന്ന് തോന്നുന്നു. നല്ല ഒരു പച്ചപ്പിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. നമ്മൾ മുട്ടക്കുന്നല്ല, പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഏരിയയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഈ വാഗമൺ ഫെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ആർച്ചാണ് കാണിച്ചത്. നോക്കി എന്തേരം വണ്ടികളാണെന്ന് നോക്കി, നല്ല തിരക്കുണ്ട് ഇവിടെ. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ. നമ്മളിവിടുന്ന് കൊടൈക്കനാലിനൊക്കെ പോകുന്ന പോലെ അവർക്ക് ഇങ്ങോട്ട് വരാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. കേട്ടോ, വാഗമൺ ടൂറിസം ഫെസ്റ്റ് എന്നും പറഞ്ഞാൽ വെച്ചിരിക്കുന്നത്. 2024 ഡിസംബർ 20 മുതൽ 31 വരെ. അപ്പം അത്രയും ദിവസം ഇവിടെ അപ്പുറം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അവർ. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ തോന്നുന്നു. ഇത് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒട്ടക സവാരിക്ക് കൊണ്ടുവന്നേക്കുന്ന കേട്ടോ. പുള്ളിക്ക് ഈ വെയിലൊന്നും പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട്
നേരെ നടന്നു പോവാം. ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടങ്ങളുണ്ട് കേട്ടോ. ഇവിടെ 2 സ്ഥലത്തായാലും ഉണ്ട്. അവിടെ നമ്മൾ അധികം വീഡിയോ എടുത്തില്ല, കാരണം ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാഴ്ചകളല്ല, അതുകൊണ്ട് നമ്മൾ അധികം വീഡിയോ എടുക്കാത്ത. പിന്നെ ഇവിടെ ബോർഡുണ്ട് പൈൻ വാലി. തേക്കടിക്ക് നേരെ പോയി കഴിഞ്ഞാൽ തേക്കടി റൂട്ടാണ്. നമ്മൾ അവിടുന്ന് റൂട്ടിൽ നിന്ന് കയറി പൈൻ ഫോറസ്റ്റിൻ്റെ അവിടം വരെ ഇങ്ങനെ വഴിയോര ഫുള്ള് വഴിയോര കച്ചവടം കേട്ടോ. ഈ സൈഡിൽ ഒരു സൈഡിൽ. എന്തായാലും ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത് 10 രൂപ കേട്ടോ. 10 രൂപ ടിക്കറ്റാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. പിന്നെ കുറേ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഓരോ കാര്യങ്ങളുടെ ഫീസ്, വീഡിയോഗ്രാഫി അതിനൊക്കെയുള്ള ഫീസ് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. ഇതാണ് പൈൻ ഫോറസ്റ്റിൻ്റെ മേളിലേക്കുള്ള കാഴ്ചകൾ. നമുക്കിത് വീഡിയോയിൽ എടുക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇത് ഫുള്ള് കുറച്ചിങ്ങനെ മരങ്ങൾ നിൽക്കുന്നതായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ക്യാമറ മേളിലോട്ട് പിടിച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഇലയുടെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇത് ഫോട്ടോ എടുക്കുന്നതിൻ്റെ കാര്യങ്ങളാട്ടോ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചാർജ് വരുന്നത് 350 രൂപ. അത് പല രീതിയിലുള്ള ക്വാളിറ്റിയിലാണ് അത് ചെയ്തു തരുന്നത്. ഏറ്റവും കുറഞ്ഞതിനാണ് 350 രൂപ ആകുന്നത്. അപ്പോൾ ഇവിടെ ആയാലും കുറേ ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ മേളിലോട്ട് പോകാം. പിന്നെ താഴെ ഈ കല്ല് പാകിയ വഴി കൂടി ഏറ്റവും താഴെ വരെ പോകാം. നമ്മളവിടെ വരെയൊന്നും പോയില്ല, കാരണം വീഡിയോ എടുത്താലും ഇങ്ങനെ എല്ലാം ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് നമ്മളധികം അവിടെ നിന്നില്ല. അപ്പം ഇന്നത്തെ യാത്ര ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ഒരു സ്ഥലമായിട്ട് കാണാം. ഇങ്ങോട്ട് കയറി